അബീ ലഹബിൻ വതബ്. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന വിധം ഇങ്ങനെയാണ്. ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നുണ്ടോ ഇക്കാലഘട്ടത്തിലും അവർക്കുള്ള മറുപടിയാണത്. അന്ന് അബൂലഹബിന് സംഭവിച്ച യാഥാർത്ഥ്യം എന്തിനാണ് ഖുർആൻ ഇന്നും വിശദീകരിക്കുന്നത്? വിമർശകർക്കുള്ള താക്കീതാണ്. വിമർശിച്ചുകൊണ്ട് പേനയുന്തുന്ന ആളുകളില്ലേ, എഴുതുന്നവരില്ലേ, പറയുന്നവരില്ലേ, അവർക്കൊക്കെയുള്ള താക്കീതാണ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. വിമർശകന്മാരുടെ സമ്പത്തും സമ്പാദ്യവും ഒന്നും ഉപകരിക്കില്ല. അബൂലഹബ് എത്ര കഷ്ടപ്പെട്ടാണ് സഹോദരങ്ങളെ പിൽക്കാല ജീവിതം നയിച്ചത്. അന്ന് ജനങ്ങൾക്കിടയിൽ വെച്ച് തബ്ബല്ലക ലിഹാദാ ദഅഉതനാ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ വെച്ച് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾക്കാണ് നാശം, ഇതിനാണോ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്ന് ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് അള്ളാഹു നൽകിയ മറുപടി കണ്ടില്ലേ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ശരീരം കരങ്ങൾ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ പ്രത്യേക കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു, നശിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. കൈകൾക്ക് മാത്രമാണോ നാശം? അല്ലല്ല, ശരീരത്തിന് മൊത്തം നാശം സംഭവിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ കൈകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്? അന്ന് പകൽ സമയത്ത് അബൂലഹബിനോട് ദീനീ ദഅവത്ത് നടത്താൻ വേണ്ടി പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ വിളിച്ചു വരുത്തിയപ്പോ അബൂലഹബല്ലേ ആദ്യം എതിർത്തത്. സ്വന്തം മൂത്താപ്പയോട് ഒറ്റക്ക് പോയി ഒന്ന് പ്രബോധനം ചെയ്യാമെന്ന് കരുതിയിട്ട് അന്ന് വൈകുന്നേരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിന്റെ അടുത്തേന്നു. രാത്രി വന്നപ്പോ അബൂലഹബ് വിചാരിച്ചു ക്ഷമാപണം നടത്താൻ വേണ്ടി വന്നതാണ് എന്ന്. ചോദിച്ചു എന്തിനാ വന്നത്? പകല് സമയത്ത് പറഞ്ഞ ആ കാര്യം ഇല്ലേ, ഒന്നുകൂടി ആവർത്തിക്കാനാണ് ഞാൻ വന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു പോകാം, അല്ലെങ്കിലോ നിങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ട്. പകല് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാനാണ് വന്നത്. കാരണം ദീനീ പ്രബോധനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മുൻകാല അമ്പിയാക്കളൊക്കെ രാത്രിയിലും പകലിലും ദീനീ പ്രബോധനം നടത്തിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത് ഖുർആനിലില്ലേ, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറാ. എന്റെ ജനതയെ രാത്രിയിലും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പകലിലും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് രാത്രിയിൽ ഒറ്റക്ക് സ്വന്തം മൂത്താപ്പയോട് പോയിട്ട് കാര്യം പറഞ്ഞപ്പോ ഇത് പറയാനാണ് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ഒന്നുകൂടി ക്ഷോഭിച്ചു, ദേഷ്യം കൂടിയിട്ട് അബൂലഹബ് പറഞ്ഞു ലാ ഊമിനു ബിക ഹത്താ യുഅ്മിന ബിക ഹാദൽ ജദിയു. ആ മുന്നിലുണ്ടൊരു ചെറിയ ആട്ടിൻകുട്ടി, 1 വയസ്സ് തികയാത്ത വീട്ടിന്റെ ഉള്ളിലൂടെ ഓടി നടക്കുന്ന ചെറിയ ആടിന്റെ കുട്ടികളെ കണ്ടിട്ടില്ലേ? ആട്ടിൻകുട്ടികൾപ്പെട്ട ചെറിയൊരു ആട് വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഈ ആട് നിങ്ങളെ വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂലാന്ന് അബൂലഹബ് പറഞ്ഞു. ആട്ടിൻകുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഞാൻ ആരാണ് എന്ന്. ആട്ടിൻകുട്ടി നേരെ പറഞ്ഞു അൻതഅബ്ദുല്ലാഹി വറസൂലുഹു, അവിടുന്ന് അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ്. ഇത് ആട്ടിൻകുട്ടി സാക്ഷ്യപ്പെടുത്തിയപ്പോ പിന്നെ വേണ്ടത് ഷഹാദത്ത് കലിമയല്ലേ? ആ ആട്ടിൻകുട്ടിയോടുള്ള അരിശം തീർക്കാൻ അബൂലഹബ് നേരെ അടുക്കളയിൽ പോയൊരു കത്തിയെടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ 2 കൈകൾ പച്ചയായി മുറിച്ചങ്ങ് മാറ്റി. വേദനിച്ച് ചോരങ്ങനെ ഉറ്റിയിട്ടത് പെടഞ്ഞു കളിക്കുകയാണ്. ഇതിനു പകരമായിട്ട് അള്ളാഹു പറഞ്ഞൊരു മറുപടിയാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ആ കരങ്ങൾ മുറിച്ചതിനു പകരം അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എതിർത്തുകൊണ്ട് ആ ചെറിയ ജീവിയുടെ 2 കൈകൾ മുറിച്ചു മാറ്റിയില്ലേ? അതിനു പകരം നിങ്ങളെ കരങ്ങളും നശിച്ചിരിക്കുന്നു, നശിക്കും. ഒരൊറ്റ സമ്പത്തും അബൂലഹബിന് ഉപകരിക്കില്ല, സമ്പാദ്യവും ഉപകരിക്കില്ല. ദുനിയാവിലുള്ള
അവസ്ഥ മാത്രമല്ല, പരലോകത്തുള്ള അവസ്ഥയും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്ന ഒരാള് ദുനിയാവിലും അമ്പേ പരാജയപ്പെട്ടവനാണ്, ആഖിറത്തിലും അമ്പേ പരാജയപ്പെട്ടവനാണ്. ആഖിറത്തിലോ സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അബൂലഹബ് പ്രവേശിക്കുന്നത്. അബൂലഹബ് മാത്രമാണോ നബി തങ്ങൾ പോകുന്ന വഴിയിൽ എന്നും മുള്ളു വലിച്ചിടുന്ന അബൂലഹബിന്റെ ഭാര്യയില്ലേ ഉമ്മു ജമീല്? ഈ സൂറത്തിറങ്ങിയ സമയത്ത് വലിയൊരു കല്ലും തലയിലേറ്റിയിട്ടല്ലേ ഉമ്മു ജമീല് നടക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ കല്ലിട്ടുകൊണ്ട് കൊല്ലാൻ വേണ്ടി നേരെ കഅബന്റെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബന്റെ വാതിലിന്റെ നേരെയായി തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. നേരെ ഇപ്പുറത്ത് ഫർള് നിസ്കാരമല്ല കേട്ടോ, സുന്നത്ത് നിസ്കാരം, നേരെ ഇപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഉമ്മു ജമീൽ ചോദിച്ചു, അബൂബക്കർ ഐന സ്വാഹിബുക്ക്, നിങ്ങളെ കൂട്ടുകാരൻ എവിടെയെന്ന്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ മുഖം പൊത്തി ചിരിച്ചു. എന്താണ് ഈ പെണ്ണ് ചോദിക്കുന്നത്? തൊട്ടടുത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്? എന്നിട്ട് എന്താണ് ഈ പെണ്ണ് ചോദിക്കുന്നത്? ഈ പെണ്ണിന്റെ കണ്ണിന് കാഴ്ചയല്ലേ? സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ തങ്ങളെയല്ലേ ആ പെണ്ണ് അന്വേഷിച്ച് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആ പെണ്ണിനെ, എന്നെ കാണുന്ന കാഴ്ച ആ പെണ്ണിന് അല്ലാഹു മാറ്റിക്കൊടുത്തു. എന്നെ ആ പെണ്ണ് കാണുന്നില്ല, നിങ്ങളെ മാത്രമാണ് കാണുന്നത്. കല്ലും ഏറ്റിക്കൊണ്ടുവരുന്ന ഉമ്മു ജമീല് ദേശത്തോടുകൂടെ ഈ പ്രതികരണം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് ഉമ്മു ജമീല് പ്രതികാരം തീർക്കാൻ വേണ്ടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. കല്ലും ഏറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു, പക്ഷേ കാര്യം നടന്നില്ല. അബൂ സുഫിയാൻ വീട്ടിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ പെങ്ങളാണ് ഈ പറയുന്ന ഉമ്മു ജമീൽ എന്ന് പറയുന്നത്. അബൂ സുഫിയാനോട് ദേഷ്യത്തോട് ചോദിച്ചു, നീ എൻ്റെ ആങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നു, നിന്റെ കയ്യിൽ ഞാനൊരു വാളെടുത്ത് തരാം, എവിടെ മുഹമ്മദിനെ കണ്ടാലും സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്ത് വെട്ടിയേക്കണം, അല്ലാതെ നീ സഹോദരനാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരരുത്. അബൂ സുഫിയാൻ പറഞ്ഞു, അത് സാധിക്കുമോന്നറിയില്ല, നീ കല്ലെടുത്ത് നടന്നിട്ട് എന്തായി? കുറേ ദിവസം കല്ലുവേറ്റ് നടന്നില്ലേ, എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? നീ കല്ലെടുത്ത് നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അബൂ സുഫിയാനോട് ചൂടായി ഉമ്മു ജമീല്, നീ ഒതുക്കി നിർത്തണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അബൂ സുഫിയാൻ പറഞ്ഞതൊന്നും നടക്കുന്ന കാര്യമല്ല, നിന്നെ കൊണ്ട് നടത്തില്ലല്ലോ, ആരെക്കൊണ്ടും നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ കാവൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ നോക്ക്, ആ അബൂലഹബിന്റെ മാലുഹു വമാ കസബ്, സമ്പത്ത് ഉപകരിക്കൂല, സമ്പാദ്യം ഉപകരിക്കൂല. സമ്പാദ്യല്ലേ മക്കള്. അബൂലഹബിന്റെ 2 മക്കളാണ് ഉത്ബയും മുത്തൈബയും. രണ്ടുപേരും ആദ്യം കല്യാണം കഴിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളെയാണ്, ഉമ്മു കുൽസും ബീവിയെയും റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയും. അവരെ കല്യാണം കഴിച്ചിരുന്ന ഉത്ബയും മുത്തൈബയും. ഈ ആയത്ത് സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇല്ലം തുതല്ലിഖാ ഇബ്നതൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅസി മിൻ റഅസികുമാ ഹറാം. ആ 2 മക്കളെ നിങ്ങൾ ത്വലാഖ് ചൊല്ലുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധവുമില്ല, പെട്ടെന്ന് കൊണ്ടുപോയി ത്വലാഖ് ചൊല്ലിയേക്കണം. സുബ്ഹാനല്ലാഹ്. ഈ 2 മക്കളിൽപ്പെട്ട ഉത്തൈബ എന്ന് പറയുന്ന മകൻ പിന്നീട് ഉത്തൈബ ഇസ്ലാമിലേക്ക് വരാനുള്ള അവസരം ഉത്തൈബക്ക് കിട്ടിയിട്ടുണ്ട്. മക്ക വിജയത്തിന്റെ അന്ന് ഉത്തൈബ നബി തങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അന്ന് ഉത്തൈബ പറഞ്ഞിട്ടുണ്ട്, ബാപ്പ ശടിച്ചത് കൊണ്ട് മാത്രമാണ് ആ മക്കളെ ഒഴിവാക്കിയത്, ഒരിക്കലും ത്വലാഖ് ചൊല്ലേണ്ട മക്കളല്ല. അതുപോലെ സ്നേഹം തരുന്ന മക്കള് ഈ നാട്ടിലെവിടെയും കിട്ടൂല. ഉപ്പാന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞങ്ങൾ ഒഴിവാക്കി കൊടുത്തതാണ്. ഉത്തൈബ നേരെ കൊണ്ടുപോയി ഒഴിവാക്കി. പക്ഷേ ഉത്ബ എന്ന് പറയുന്ന മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് അതേ തങ്ങളെ മകളെ ഏൽപ്പിച്ചതിന് ശേഷം തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറഞ്ഞതിന് ശേഷം ആ ഉത്ബ തങ്ങളെ മുഖത്തേക്കൊന്ന് തുപ്പി, കാർക്കിച്ചു തുപ്പി. സഹോദരങ്ങളെ, പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ആ ഉമിനീര്, ആ തുപ്പ് നീര് നബി തങ്ങളെ മുഖത്തെത്തിയിട്ടില്ല, അത് നേരെ തിരിച്ചടിച്ചു, ഉത്ബന്റെ മുഖത്തേക്ക് തന്നെ തിരിച്ചടിച്ചു. അന്ന് ഉത്ബ തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറയുന്നുണ്ട്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക.
നിന്റെ ഏതെങ്കിലും വന്യജീവികളെ വിട്ടിട്ട് ഉത്തുബക്ക് നീ നാശം കൊടുക്കണേ അല്ലാ. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞിട്ട് ഉത്തുബ എന്ന് പറയുന്ന മകനെയും കൂട്ടിയിട്ട് അബൂലഹബ് ഷാമിലേക്ക് പോകാണ് കച്ചവട സംഘത്തിന്റെ ഒപ്പം. ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടെ താമസിക്കാമെന്നും പിറ്റേന്ന് രാവിലെ പോകാമെന്നും ഉദ്ദേശിച്ച് എല്ലാവരും കച്ചവടത്തിനുള്ള സാമഗ്രികളും കൂടെ കൊണ്ടുവന്നതും ഒരു ഭാഗത്ത് വെച്ച് ചെറിയ ടെന്റൊക്കെ കെട്ടിയിട്ട് തൽക്കാലം വന്ന് രാത്രി വിശ്രമിക്കാൻ കരുതിയപ്പോ പ്രദേശവാസിയായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇന്ന് താമസിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, വന്യജീവികൾ ധാരാളം താമസിക്കുന്ന സ്ഥലമാണ്, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോഴാണ് അബൂലഹബിന് ഓർമ്മ വന്നത്, നേരത്തെ അൽ അമീൻ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക്. കൂടെയുള്ള സഹയാത്രികരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം. എൻ്റെ ഈ മകൻ ഉത്ബ അതേ സ്വന്തം അമ്മോശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി സഭ്യേതര വർത്തമാനം പറഞ്ഞതിനു പുറമെ ഒന്ന് കാർക്കിച്ചു തുപ്പിയപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മകന്റെ വിഷയത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, എനിക്ക് പേടിയാണ്. അബൂലഹബിനും അറിയാം എന്തെങ്കിലും അവിടുത്തെ നാവിൽ നിന്ന് ഉരിയാടിയിട്ടുണ്ടോ അത് നടക്കാതെ. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ നോക്കിയിട്ട്, അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക. നിന്റെ വന്യമൃഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ വിട്ടിട്ട് ഈ മനുഷ്യനെ നീ അധികാരപ്പെടുത്തി നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അബൂലഹബ് എന്ന നേതാവിന് വഴങ്ങിക്കൊടുത്തു. അവര് മുഴുവനും ഉത്ബയെ ഒരു സ്ഥലത്ത് കിടത്തി. ആ ഉത്ബന്റെ ചുറ്റും അവരെ സാമഗ്രികളൊക്കെ വെച്ചു. പെട്ടെന്ന് ഒരാൾക്ക് വന്ന് പിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതേ അവരുടെ ഭാണ്ഡങ്ങൾ മുഴുവനും യാത്രാ സാധനങ്ങൾ മുഴുവനും വെച്ചു. എന്നിട്ട് അവർ ചുറ്റും ഭദ്രതയോടെ കടന്നു. ഒരു പഴുത് ബാക്കി വെക്കാതെ കാവലിന് വേണ്ടി ചുറ്റും കടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഉത്ബയുടെ ശരീരം കടിച്ചു കീറിയിരിക്കുന്നു. പാതിരാത്രിയിൽ മണം പിടിച്ചുകൊണ്ടൊരു സിംഹം വന്നു. സിംഹത്തിനറിയാം മുത്തുനബി തങ്ങളെ എതിർത്ത നാവ് ഏതാണ്, ചീത്ത പറഞ്ഞ നാവ് ഏതാണ്, കാർക്കിച്ചു തുപ്പാൻ പൊക്കിയ നാവ് ഏതാണ്. സിംഹം മണം പിടിച്ചു വന്ന് അവരാരുടെയും ഉറക്കം ശല്യപ്പെടുത്താതെ ഉത്ബയെ നടുവിൽ നിന്നതാ കടിച്ചു പിടിച്ചു പുറത്തേക്ക് വലിച്ചിട്ട് ഉത്ബയെ നശിപ്പിച്ചു കളഞ്ഞു. രാവിലെ നോക്കുന്ന സമയത്ത് കടിച്ചു കീറിയ ശരീരമാണ് കാണുന്നത്. അല്ലാഹു പറഞ്ഞതല്ലേ യാഥാർത്ഥ്യം, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. സമ്പത്ത് ഉപകരിക്കില്ല, സമ്പാദ്യവും ഉപകരിക്കില്ല. അതേ അബൂലഹബിന് ഏറ്റവും വലിയ ക്ഷീണം വന്നത് ബദർ നട